ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. എന്ന് മാത്രമല്ല, ഒരുപാട് സ്വപ്നങ്ങൾ മുന്നിൽ കണ്ട് ജീവിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. അമൃതയ്ക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. മുഖവുരേട്ടിങ്ങനെ പറയുമ്പോ അതിലെന്തോ കാര്യമുണ്ടല്ലോ സുമേഷേട്ടാ. എന്തോ ഒരു വലിയ കാര്യം എന്നോട് പറയാൻ ശ്രമിക്കുന്ന പോലെ. അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല അമൃത. മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് തന്നെ. കല്യാണം കഴിഞ്ഞാൽ എനിക്ക് നിനക്ക് മാത്രമായിട്ടൊരു ലോകം. അതെന്റെ സ്വപ്നമാണ്. എന്നുവെച്ച് പഞ്ചരത്നം ഇട്ടെറിഞ്ഞ് പോരണോന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതുപോലൊരു ഹോട്ടലിനപ്പുറം ഒന്ന് ചിന്തിച്ച് നോക്കിക്കൂടെ അമൃതയ്ക്ക്? എത്ര കാലമെന്ന് വെച്ചാ ഇങ്ങനെ വെച്ചും വിളമ്പിയും ജീവിക്കുന്നത്? ഒന്നും മാറ്റി ചിന്തിച്ചാലെന്താ? എന്നെ കൊണ്ട് അതിന് കഴിയില്ല സുമേഷേട്ടാ. അറിയാലോ, അമ്മ പോയതിനു ശേഷം ദേവമ്മ ഏൽപ്പിച്ചു തന്നതാ പഞ്ചരത്നം. ഞാനും എൻ്റെ അനിയത്തിമാരും ഇതുവരെയൊക്കെ എത്തിയത് പഞ്ചരത്നത്തിലെ അന്നമൂട്ട് കൊണ്ട് തന്നെയാ. ഒരർത്ഥത്തില് ഞങ്ങളുടെ ജീവിതമോ പഞ്ചരത്നം. ഞാൻ പറഞ്ഞല്ലോ, പഞ്ചരത്നം വേണ്ടാന്ന് വെക്കണ്ട. അതൊരു വലിയ ഫ്ലാറ്റാക്കി മാറ്റിയ അതിലൊരു ഭാഗം പോരെ ഹോട്ടലിന്? അത്രയ്ക്ക് വലിയ സങ്കല്പങ്ങളൊന്നും ഇല്ല എനിക്ക്. ഇതുപോലെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി. എൻ്റെ അനിയത്തിമാരെയൊക്കെ ഒരു കരയ്ക്കെത്തിച്ചാൽ മതി. സത്യത്തില് അവരെയൊക്കെ ഒരു സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചിട്ട് മതി എൻ്റെ കാര്യമെന്ന് വിചാരിച്ചിരുന്നതാ ഞാൻ. പിന്നെ അനിയത്തിമാരുടെ നിർബന്ധം കൊണ്ടാ പെട്ടെന്നൊരു കല്യാണത്തിന് ഞാൻ തയ്യാറായത്. അല്ലാതെ എന്റെ കൂടെ ജീവിക്കണമെന്ന് തോന്നിയിട്ടില്ലല്ലേ അമൃതയ്ക്ക് ഇതുവരെ? അറിവായ കാലം മുതല് സുമേഷേട്ടനെ ഇഷ്ടപ്പെടുന്നതല്ലേ ഞാൻ. അതിനൊരു മാറ്റവും വരില്ല. എനിക്കുണ്ട് മോഹങ്ങളും ആഗ്രഹങ്ങളും. പക്ഷേ അതിനേക്കാൾ വലുതാ എനിക്കെന്റെ അനിയത്തിമാരോടുള്ള സ്നേഹം. അന്ന് പഞ്ചരത്നത്തിലെ കല്യാണക്കാര്യം പറയാൻ വന്നപ്പോ ഞാൻ സുമേഷേട്ടനോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞതാണല്ലോ. അമ്മ ഏൽപ്പിച്ചിട്ട് പോയപ്പോ മുതല് ഞാൻ അവർക്ക് ചേച്ചി മാത്രമല്ല, അമ്മയാ. അവരെ ഒഴിച്ചു നിർത്തിയൊരു ജീവിതം എനിക്കില്ല. സുമേഷേട്ടൻ എൻ്റെ കൂടെ ഉണ്ടാവണം. അവരും ആഗ്രഹിക്കുന്നത് മൂത്ത ചേച്ചിക്കൊരു ഭർത്താവിനെയല്ല, അവർക്കൊരു വലിയേട്ടനെയാ. എന്താ, അങ്ങനെ ആയിരിക്കില്ലേ?